ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ 2 മാസത്തിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് ലാൻഡ് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഒരു കടയിൽ കയറി മസാല ദോശയും കഴിച്ചിട്ട് നേരെ അമ്മയ്ക്ക് വേണ്ടി ബാഗ് മേടിക്കാൻ വേണ്ടി പോവാണ്. ഒരു കടയിൽ കയറുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടാവില്ല, 2 കടയിൽ കയറി, 3 കടയിൽ കയറി, അങ്ങനെ ലാസ്റ്റ് ഒരു കടയിൽ കയറി ലാസ്റ്റ് നമ്മൾ ബാഗ് മേടിക്കാൻ വേണ്ടി കയറിയേക്കാണ്. എന്നിട്ടും അമ്മയ്ക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടമായില്ല. ലാസ്റ്റ് ഏതൊക്കെയോ ഒരു ബാഗ് നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്കാണെങ്കിൽ ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ തലവേദന തുടങ്ങും. എങ്ങനെയെങ്കിലും വീടെത്താനായിരിക്കും നോക്കാം, പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാനുണ്ടാവും. അമ്മയ്ക്കൊരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അത് തുന്നിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരാണ്ട് അമ്മയ്ക്ക് സമാധാനമാവില്ല. അതുപോലെ തന്നെ ബാഗ് മേടിച്ചിട്ട് അത് തുന്നിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ചെരുപ്പ് മേടിച്ചാൽ പോലും അതന്നെ തുന്നിച്ചിട്ട് വേണം വീട്ടിൽ കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മൾ അവിടെ നിൽക്കുകയാണ്, ഓരോ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇത് തുന്നി കഴിയാണ്ട് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു ചായ കുടിച്ചു. എൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ കയറിയിട്ട് ആലുവ പാലത്തിൽ കൂടെ പോവാണ് ഗൈസ്. ഈ ഒരു പാലം കാണുമ്പോൾ ആലുവക്കാരെല്ലാവരും അങ്ങോട്ട് നോക്കി തൊഴുവാറുണ്ട്. അവിടെയാണ് ആലുവ മണപ്പുറം ഉള്ളത്. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഞാൻ വേഗം പോയി ദിയനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് എന്നെ മനസ്സിലാവില്ല എന്നാണ് കരുതിയത്, പക്ഷെ ആൾക്ക് എന്നെ മനസ്സിലായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിക്കുന്നതുകൊണ്ടും പിന്നെ ആൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മയുടെ കൂടെ ബാങ്കിലേക്കാണ് പോയത്. വീട്ടിൽ വന്നിട്ട് റെസ്റ്റിങ്ങൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. ATM കാർഡ്, പാൻ കാർഡ്, അങ്ങനെ അല്ലറ ചില്ലറ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കട്ട്ലേറ്റും പിന്നെ ഇതും കഴിച്ചിട്ട് വീണ്ടും ബാങ്കിലേക്ക് വന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.